ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 8 ഇഞ്ചിൻ്റെ റെസിൻ ഫ്രെയിം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ഇതുപോലെ ഗ്ലോസി ഷീറ്റിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈസ് മെഷർമെൻറ്റൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഇത് 6x4 ഇഞ്ചിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്ത കോഡ്സും സ്റ്റിക്കേഴ്സൊക്കെയാണ്. ഇനി ഫോട്ടോസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഫോട്ടോസൊക്കെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. സർക്കിളിൻ്റെ ഒരു ഫ്രെയിം എടുത്തിട്ട് അതിൽ ഓരോ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ ഫോട്ടോയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റെസിൻ വർക്കിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റ് തന്നെ യൂസ് ചെയ്യാം. അല്ലാത്ത പ്രിൻ്റൊക്കെ യൂസ് ചെയ്താൽ നമ്മൾ നോർമൽ പേപ്പർ യൂസ് ചെയ്യണ പോലെ അത് ജസ്റ്റ് ഒന്ന് സോക്കായി പോകും. ഇത് 6x4 ഇഞ്ചിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള കോഡ്സൊക്കെയാണ്. ഇത് എഡിറ്റ് ചെയ്തത് ക്യാൻവയിൽ തന്നെയാണ്. ഒരു 6x4 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിം എടുത്തിട്ട് അതിലേക്ക് ടെക്സ്റ്റും സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്തതാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഫംഗസ് വന്ന പോലെ ഉണ്ടായപ്പോൾ ഞാൻ ബബിൾ ബസ്റ്റർ യൂസ് ചെയ്തിട്ടൊന്ന് അത് റിമൂവ് ആക്കിയതാണ്. അതൊരു ആൽക്കഹോൾ സ്പ്രേ ആണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗസൊക്കെ റിമൂവ് ആക്കാൻ അത് യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ കുറച്ച് ബേബി ബ്രെത്തും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മിനി ബൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഡ്രൈ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു വലിയ ബൊക്കെ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ബേസ് ലെയർ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്ക്രീനിൽ കൊടുത്ത ഒരു മെഷർമെൻറ്റിൽ റെസിന് മിക്സ് ചെയ്തിട്ട് ഒരു 3/4 ഭാഗം ഒരു വേറെ ഗ്ലാസ്സിലേക്ക് മാറ്റി, പിന്നൊരു കുറച്ച് ഭാഗം ക്ലിയർ റെസിൻ കൊടുത്ത് ഇനി അതിലേക്ക് ഗോൾഡ് ഫോയിൽസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ച്, പിന്നെ കൂടുതലുള്ള റെസിൻക്ക് വൈറ്റ് പേൾ പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്ത്, എന്നിട്ടത് ഇതുപോലെ ഹാഫ് പോർഷൻ ഈ വൈറ്റ് പാർട്ടും ഹാഫ് പോർഷൻ ആ ക്ലിയർ റെസിനും അങ്ങനെ ആണ് സെറ്റ് ചെയ്യാൻ വെച്ചത്. ഇത് നെക്സ്റ്റ് ആയപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഫോട്ടോസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഈ ബൊക്കെ ഇതുപോലെ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ട് ടൈ ചെയ്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഫ്ലവേഴ്സ് റെസിനിൽ ഡിപ്പായി എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ബുക്കിലൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ കറക്റ്റ് പോർഷനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സും ഇതുപോലെ പീൽ ചെയ്തെടുത്താൽ ക്ലിയർ ഷീറ്റായിട്ട് കിട്ടും. ഇത് സ്റ്റിക്കേഴ്സായിട്ടും ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ OHP ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടും ചെയ്യാം. ഇനി റെസിന് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കവർ ചെയ്തെടുക്കാനാണ്. പിന്നെ റെസിന് മിക്സ് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എയർ ബബിൾസ് കുറയാനതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഫ്ലവർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രസ്സായിട്ടുണ്ട്. ഇനി ഞാനത് റെസിനിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, അതായത് പ്രസ് ചെയ്യാതെ തന്നെ ഫ്ലവർ വെക്കണമെങ്കിൽ അതുപോലെയും ചെയ്യാം. ഇനി ആ ക്ലിയർ റെസിന് ഇതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു മോൾഡ് കവർ ചെയ്യണ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഡീമോൾഡ് ചെയ്തിട്ട് ഡോമിങ് ചെയ്താലും മതി. അതിൻ്റെ മുകളിലൊരു കോട്ട് ഒഴിച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്താലും മതി. പിന്നെ റെസിന് മിക്സ് ചെയ്ത ഉടനെ തന്നെ അത് ഒഴിക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡായി പോവും. ഇതിപ്പോൾ കുറച്ച് വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒന്ന് ഹാർഡായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത റെസിന് ഈ മോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് റെസിനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലൊന്നും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എത്ര റെസിന് കറക്റ്റായിട്ട് വേണമെന്നുള്ള ആ ഒരു മെഷർമെൻറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കുറച്ച് റെസിന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് അത് ഫില്ലാവുന്നില്ല എന്ന് കണ്ടാൽ കുറച്ചും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയായാലും ഈ മോൾഡ്
ടോട്ടലായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ റെസിൻ ഒഴിച്ച് കൊടുക്കുക. ഇനി എയർ ബബിൾസൊക്കെ ബബിൾ ബസ്റ്റർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ടോ നമുക്ക് റിമൂവ് ആക്കാം. ഇനി ഈ ഒരു വൈറ്റ് പോർഷനിൽ ഞാൻ ഇതുപോലത്തെ വൈറ്റ് ഗ്ലിറ്റേഴ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലിറ്ററാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ റെസിൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം റെസിന് മിക്സ് ചെയ്യാൻ നിൽക്കാൻ. കാരണം ആദ്യം തന്നെ അത് മിക്സ് ചെയ്ത് വെച്ചാൽ ഹാർഡായി പോകും നമ്മൾ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വരുമ്പോൾ. ഇപ്പോൾ ഇത് അത്യാവശ്യം വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ്. ഡ്രൈ ചെയ്യാൻ എന്തെങ്കിലും ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം വെക്കാൻ. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും ഡ്രൈ ആയിട്ടുണ്ട്. ഡീമോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇനി എഡ്ജസൊക്കെ ഷാർപ്പായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് റെസിനും കൂടെ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി ഇതിൽ ഹാങ്ങിങ് കൂടെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഹാങ്ങിങ് ഞാൻ ഹാൻഡ് ഡ്രില്ല് യൂസ് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്.